കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ തമസ്കരിക്കുവാനാണ് ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതെന്നും കുടിയേറ്റ ജനതയെ മോശക്കാരായി ചിത്രീകരിക്കുവാനുള്ള ശ്രമവും നടക്കുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പാലാവേലിൽ വിരമിച്ച അധ്യാപകർക്കും അനധ്യാപകർക്കും നൽകിയ ആദരവ് ഗുരുസാദരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ തലശ്ശേരി പ്രോട്ടോസ് ഇഞ്ചലൂസ് മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷനായി. കോർപ്പറേറ്റ് മാനേജർ മാത്യു ശാസ്താംപടവിൽ, സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ, ജിമ്മി സൈമൺ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻഡലിൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ മറന്നാലും നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത സത്യമാണ്, വസ്തുതയാണ് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മളെങ്ങനെ നമ്മളായി തീർന്നു എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിലൂടെ വളർന്നവരാണ് നമ്മൾ. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നത് കേവലം പിള്ളേരുടെ ഉപന്യാസ വിഷയമായിരുന്നില്ല. അത് ഈ കുടിയേറ്റ ജനതയുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമായിരുന്നു. മലബാറിലെ കുടിയേറി പാർത്ത നമ്മുടെ കാരണവന്മാരെ ചിന്തിച്ചു, തങ്ങൾക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം തങ്ങളുടെ വരും തലമുറയ്ക്ക് കിട്ടണം. ആ നിർബന്ധ ബുദ്ധിയുടെ സാക്ഷാത്കാരമാണ് നാം ഓരോരുത്തരും എന്ന് നമുക്കറിയാം. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് യാവർപിതാവ് പറഞ്ഞെങ്കിൽ മലബാറിലെ മുദ്രാവാക്യം മറ്റൊന്നായിരുന്നു, പള്ളി തന്നെയാണ് പള്ളിക്കൂടം. നമ്മുടെ ആരംഭകാലത്തെ ചരിത്രം നമുക്കറിയാം. പള്ളിക്ക് വേണ്ടി കെട്ടിയ ഷെഡില് മൽത്താന ഭാഗം മറയിട്ട് വെച്ചു, നമ്മൾ ബാക്കി ഭാഗത്ത് പിള്ളേരെ ഇരുത്തി പഠിപ്പിച്ചു. അങ്ങനെയാണ് പള്ളിയെ പള്ളിക്കൂടമാക്കിയ ചരിത്രമാണ് മലബാറിലുള്ളത്. അപ്രകാരം ഒരു ദേശത്തെ വളർത്തിയവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന സത്യം ഈ പുതുതലമുറ തിരിച്ചറിയും. അതിനുവേണ്ടിയാണ് ഈ ഗുരുസാദരം. ഇത് പ്രധാനപ്പെട്ടതായി ഞാൻ കരുതാൻ കാരണം ചരിത്രത്തെ തിരുത്തിയെഴുതാനുള്ള വ്യഗ്രതയിലാണ് കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരെല്ലാവരും. ചരിത്രകാരനായ ആർണോൾഡ് ടോയിൻബി പറയുന്ന ഒരു ചിന്തയുണ്ട്, ഒരു ജനതയെ നിങ്ങൾക്ക് തകർത്ത് കളയണം എന്നുണ്ട് എങ്കിൽ, അവരുടെ കെട്ടുറപ്പ് നശിപ്പിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ആ ജനതയുടെ ചരിത്രബോധം എടുത്തു കളയും. നിങ്ങളെങ്ങനെ നിങ്ങളായി തീർന്നു എന്നുള്ള ആ ഒരു ചരിത്രം തുടച്ചു മാറ്റി കളയുക. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഈ നാടിന് ചെയ്ത നന്മകളെ നമസ്കരിക്കാൻ ഇന്ന് എല്ലാവരും വ്യഗ്രതപ്പെടുന്നവരാണ്. ക്രിസ്ത്യാനികൾ ഈ നാടിൽ ഒന്നും ചെയ്തില്ല. മലബാറിലെ കുടിയേറിയ ക്രിസ്ത്യാനികളെ കുറിച്ച് ഇന്ന് ആളുകൾ പറയുന്നത് എന്താണ്? ഇവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നത് അവരിവിടുത്തെ കാടെല്ലാം വെട്ടിത്തെളിച്ചു, ഇവിടുത്തെ ഭൂപ്രകൃതി മാറ്റി, മലയോരങ്ങളിൽ മുഴുവൻ ഉരുളുപൊട്ടിക്കുന്നതിന്റെ കാരണം ആരാണ്? കുടിയേറ്റ കർഷകരാണ്. നട്ടാൽ ഇത്തരം നുണകൾ പറയുന്നവര് ഈ കുടിയേറ്റത്തിന്റെ കാലഘട്ടത്തില് ഈ നാടിന്റെ ഭൂപ്രകൃതിയും പരിതോവസ്ഥയും എന്ത് എന്ന് മനസ്സിലാക്കാത്തവരാണ്. അതാണ് ഞാൻ പറയുന്നത്, ചരിത്രത്തെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുനഃസൃഷ്ടിക്കാനുള്ള വ്യഗ്രതയിൽ ഒരു സമുദായത്തെയും ഒരു സമൂഹത്തെയും അക്ഷന്തവ്യമായ ആരോപണങ്ങളുടെ ശരശയ്യയിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ തലമുറയ്ക്ക് ദിശാബോധം നൽകിയ പ്രിയപ്പെട്ട അധ്യാപകര്, നിങ്ങൾ ചരിത്രത്തിന്റെ യഥാർത്ഥ സാക്ഷിയാണ്. ആ സാക്ഷികളായ നിങ്ങൾ സംസാരിക്കണം. ഈ കുടിയേറ്റത്തിലൂടെ ഈ നാടിനുണ്ടായ നന്മകൾ, ഐക്യ കേരളം എന്നുള്ള ആ ഒരു സത്യത്തിന് അക്ഷരാർത്ഥത്തിൽ അർത്ഥവ്യാപ്തി വന്നത് ഈ മലബാർ കുടിയേറ്റത്തിലൂടെയാണ് എന്നുള്ള പരമാർത്ഥമായ വസ്തുത. അതുകൊണ്ട് ചരിത്രത്തെ പുനർവായിക്കാൻ, ചരിത്രത്തെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ചരിത്രത്തിന്
സാക്ഷ്യം വഹിച്ച നിങ്ങളുടെ സാന്നിധ്യത്തിന് കഴിയും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്.